Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവം നമുക്കായി വലിയ അനുഗ്രഹങ്ങളാണ് ഈ ദിവസം നൽകാൻ പോകുന്നത്. ഈ ഡിസംബർ മാസം നമുക്കറിയാം, ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളിലേക്കും നിറയും. നമുക്കറിയാം, ലൂക്ക 1:30 ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് നീ യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്ക 1:34 മറിയം ദൂതനോട് പറഞ്ഞ, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ ദൂതൻ മറിയത്തോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നമ്മളുടെ മേലെ ഇന്ന് ഈശോ പറയുന്നു, ഈ എഫാത്തയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളുടെ മേലെയും പരിശുദ്ധാത്മാവിനെ ഞാൻ നൽകും. അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു മനസ്സോടെ, ഒരേ മനസ്സോടെ നമ്മൾ കർത്താവിനെ ആരാധിക്കണം. യേശു, നമ്മൾ സന്തോഷത്തോടെ, നമ്മൾ വലിയ സന്തോഷത്തോടെ ആയിരിക്കണം. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള ഏതെങ്കിലും പാപങ്ങൾ ഇപ്പോൾ അനുതപിക്കണം. ഈ നിമിഷം അനുതപിക്കണം. കർത്താവേ, ഞാൻ പാപിയാണെന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടാകണം. ഈ നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പൂർണ്ണമായി എല്ലാവരും കണ്ണുകൾ അടയ്ക്കട്ടെ, കരങ്ങൾ കൂപ്പട്ടെ. ഈശോയെ, ഞാൻ പാപിയാണ്. ഈശോയെ, ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കണമേ, എന്നോടൊന്ന് പൊറുക്കണമേ. ഈശോയെ, ഞാൻ അങ്ങയുടെ മുമ്പിൽ വളരെ ഏറെ പാപിയായിരുന്നിട്ടും ഈശോയെ, ഈ എഫാത്തയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവേ, എന്നെ നീ ഉപേക്ഷിച്ചിട്ടില്ല. എന്നെ നീ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയാണല്ലോ. പാവിയായിരുന്നിട്ടും ഈ കൂട്ടായ്മയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവരുവാൻ പ്രയത്നം തന്ന എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവെ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. നമുക്ക് കരുണയ്ക്ക് വേണ്ടി ഗായകരോട് ചേർന്ന് ഈ ഗാനം അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. കരുണയ്ക്കായി കേഴുന്നു എൻ ദൈവമേ, കരുണയ്ക്കായി കേഴുന്നു എന്നേശുവേ, ചേർന്ന് പാടാം. കരുണയ്ക്കായി കേഴുന്നു എൻ ദൈവമേ, ഈരയാമെന്നിൽ കനിയേണമേ. കരുണയ്ക്കായി കേഴുന്നു എന്നേശുവേ, എന്നിൽ അലിവേദനേ. യേശുവേ, അവിടെ മറിയം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അതെ, അവിടെ വിശ്വാസത്തിന്റെ, അവിടെ നിന്ന് സംഭവിക്കുന്ന എന്തായി സ്വീകരിക്കുവാൻ തയ്യാറായിട്ടാണ് പരിശുദ്ധ അമ്മ സ്വീകരിച്ചത്. അതുപോലെ നമ്മളും ആഗ്രഹിക്കണം, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, അവിടുത്തെ ആഗ്രഹം എന്താണോ അതുപോലെ ഞാൻ ജീവിക്കും എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്
വലിയ വിശ്വാസത്തിന്റെ അനേകം വിശ്വാസം നമ്മളിലേക്ക് ഉണ്ടായതുകൊണ്ടാണ്. നമുക്ക് കാണാം, തളർവാദ രോഗിയെ യേശുവിന്റെ അരികിലേക്ക് 4 പേര് കൂടി യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ജനക്കൂട്ടം മുഴുവൻ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് യേശുവിന്റെ അരികിലേക്ക് ഈ രോഗിയെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ തളർവാദ രോഗിയെ കൊണ്ടുവന്ന വ്യക്തികൾ ഈ മകനെ അവിടെ നിന്ന് യേശുവിന്റെ മുമ്പിൽ എത്തിച്ചാൽ മാത്രം മതി, യേശുവിന്റെ മുമ്പിൽ ഒന്ന് എത്തിക്കിട്ടിയാൽ രക്ഷ പ്രാപിക്കുമെന്ന് ആ കൊണ്ടുവന്ന വ്യക്തികൾക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വന്ന് ഈ യേശു ഇരിക്കുന്ന ആ ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ച് അതിലൂടെ യേശുവിനെ ഇറക്കുവാൻ അങ്ങനെ അവർ കയർകെട്ടി ആ രോഗിയെ യേശുവിന്റെ അരികിലേക്ക് അവരെ ഇറക്കി. യേശു പറഞ്ഞ കാര്യം, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, നീ കിടക്കിയും എടുത്ത് വീട്ടിലേക്ക് പോകുക. അവിടെ വേറെ ഒരു വാക്കുകളുമില്ല. അതെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ നമ്മുടെ എഫാത്തയിൽ 9 ആഴ്ചയായിട്ട് ഒരു കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ആ കുഞ്ഞിനെ ഇപ്പോൾ ടെലിവിഷനിലൂടെ കാണാം. ആ കുഞ്ഞ് ശരീരം മുഴുവൻ ഇവിടെ വരുമ്പോൾ അതിന് തീരെ നടക്കുക അല്ലെങ്കിൽ അത് ശേഷിച്ച ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ, ഈ എഫാത്തയിൽ വന്നപ്പോൾ എനിക്കിവിടെ ഈ കുഞ്ഞിന് ഒരു ചൊലിക്കുവാൻ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിന് ഒന്ന് തല നൂർത്തി വെക്കുവാൻ അവിടുന്ന് കൃപ കിട്ടിയെന്ന്. അതെ മക്കളെ, ഈ വിശ്വാസമാണ്, ആ അമ്മയുടെ വിശ്വാസം. ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് കർത്താവിന്റെ മുമ്പിൽ ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ വലിയൊരു വിടുതൽ കിട്ടുമെന്ന് ആ വിശ്വാസം അമ്മയുടെ. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ഏത് കാര്യങ്ങളും കർത്താവിലേക്ക് നീ കൊടുക്കണം. എൻ്റെ മേൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും എന്നുള്ള വലിയ വിശ്വാസം നമ്മൾക്കുണ്ടാവണം. അടുത്ത വ്യക്തികൾ ഇരുന്ന് സ്തുതിക്കുമ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല. നമ്മൾ അയൽവക്കത്തിരുന്ന് ചിലപ്പോൾ അവർ നല്ല ഭക്ഷണങ്ങൾ കഴിക്കും, പക്ഷെ അവിടെ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവുകയില്ല. നമ്മൾ അധ്വാനിച്ച് നമ്മളതിൽ ഭക്ഷണം നമ്മൾ പാകം ചെയ്ത് നമ്മളത് കഴിക്കുമ്പോഴാണ് നമുക്ക് സംതൃപ്തി കിട്ടുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഹൃദയം കർത്താവിലേക്ക് കൊടുക്കുക. കരഞ്ഞ് കണ്ണുനീരോടെ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നിനക്ക് സൗഖ്യം കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ വളരെയേറെ ഒരു വലിയൊരു രോഗിയായിരുന്നു. ക്യാൻസർ ബാധിച്ച് എൻ്റെ ശരീരം മുഴുവനും മുറിച്ച് 28 റേഡിയേഷൻ കഴിഞ്ഞിട്ടും ഞാൻ കർത്താവിൽ ചേർന്ന് നിന്നു. എന്നെ ഇന്നും കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ ശക്തനായി നിർത്തിയ കർത്താവ്, ഞാൻ കർത്താവിനെ പാടി സ്തുതിച്ചു. അതെ പ്രിയപ്പെട്ടവരെ, തടവറയിൽ പൗലോസും സീലാസും ബന്ധിച്ച് അവരുടെ കാലുകളും കൈകാലുകളും കഴുത്തിലും ചങ്ങലയിട്ട് അവരെ കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ അവിടെ അവർ എന്താ ചെയ്തത്? കർത്താവിനെ സ്തുതിക്കുകയായിരുന്നു. കാവൽക്കാർ പറഞ്ഞു മിണ്ടാതിരിക്കുവാൻ. അവരെ ഒന്നും ആ പൗലോസും സീലാസും അവരെ ഗവനിച്ചില്ല. അവർ ശക്തിയേറി കർത്താവിനെ സ്തുതിച്ചു. അവിടെ സ്തുതികൾ ഉയർന്നപ്പോൾ അവരുടെ ദേഹത്തിരുന്ന ചങ്ങലകളെല്ലാം പൊട്ടി. ആ കാരാഗൃഹം തുറന്നു. യേശുവിനെ നിങ്ങൾ വിളിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ കർത്താവിനെ വിളിക്കുവാൻ പോകുകയാണ്. എല്ലാവരും എഴുന്നേൽക്കട്ടെ. യേശുവിനെ വിളിക്കുവാൻ വിശ്വാസമുള്ളവർ വിശ്വസിച്ചാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ആ വിശ്വാസത്തിന്റെ വേരുകൾ നിങ്ങൾ ജീവിതത്തിലേക്ക് നൽകണം. എങ്കിൽ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഏതെല്ലാം ആവശ്യമാണോ അതെല്ലാം യേശു ഇന്ന് സാധിച്ചു തരും. കർത്താവേ, ഈ കുമക്കൾ നിന്റെ പക്കൽ ഇരുന്ന് വിളിച്ച് സന്തോഷത്തോടെ അങ്ങേ സ്തുതിക്കുവാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ ഈ നിമിഷം ഇവിടെ ഇടിമിന്നൽ പോലെ കത്തിജ്വലിക്കും. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം കർത്താവിനെ വിശേഷിപ്പിക്കുന്നത് സ്തുതികളിൽ വാഴുന്നവൻ, സ്തുതികളിൽ വാഴുന്നവൻ. സ്തുതിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഇരിക്കുവാൻ സിംഹാസനം ഒരുക്കി വെക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശേഷിപ്പിക്കുന്നത്
സ്തുതികളിൽ വാഴുന്നവൻ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ. ഇടിമുഴക്കത്തിന്റെ പോലെ ശബ്ദത്തിൽ അവിടുന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ, യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗ്ഗങ്ങൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഈ നിമിഷം നിങ്ങളുടെ രോഗങ്ങളായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തിക തകർച്ചകളായിരിക്കാം, നിങ്ങൾക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും ഇതൊന്നും സാധിക്കാത്ത വിധത്തിൽ നിങ്ങൾ നിരാശയായിരിക്കാം. ആ നിരാശ ദൂരെ കളയുക, യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ച് കരങ്ങളടിച്ച് കർത്താവിനെ ഈ ഗായക സംഘത്തോട് ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. കരങ്ങളടിച്ച് രണ്ടു കരങ്ങളും ശക്തിയോടെ, നിങ്ങൾക്ക് കൃപ വേണമെങ്കിൽ നിങ്ങൾ ശക്തിയേറി നമുക്കൊന്നായി സ്തുതി പാടാം, നമുക്കൊന്നായി സ്തുതിക്കാം, നമുക്കൊന്നായി സ്തുതി പാടാം, നമുക്കൊന്നായി ആത്മാവിൽ ജ്വലിച്ചിറങ്ങും സ്നേഹം ഓർത്തു സ്തുതിക്കാം, ആത്മാവിൽ ജ്വലിച്ചിറങ്ങും സ്നേഹം ഓർത്തു സ്തുതിക്കാം. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിലും അവനധികമല്ല, എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിലും അവനധികമല്ല. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി, സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. ശക്തിയേറി കർത്താവേ, ഈ സമൂഹത്തിലേക്ക് നീ നിമിഷം ഇറങ്ങി വരണമേ കർത്താവേ. ഞങ്ങളെ ബന്ധിച്ചിട്ടുള്ള ചങ്ങലകൾ ഈ നിമിഷം പൊട്ടിമാറിപ്പോകട്ടെ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയാണ് കർത്താവേ, ആരാധിക്കുകയാണ്. ഈ നിമിഷം ബന്ധനങ്ങൾ പൊട്ടട്ടെ യേശുവേ. ശോഭയറുമാകാശമഴവില്ലിനെ നോക്കി കർത്താവിനെ സ്തുതിക്കാം, ശോഭയറുമാകാശമഴവില്ലിനെ നോക്കി